ഈ ചിലരെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങൾ വീണുടയും എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈഗോ കാണാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഇരട്ടി അദ്ദേഹം കൊടുത്തിരിക്കുന്ന പ്രതികരണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിലൊക്കെ എത്രയോ മുകളിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖഭാവം എങ്ങനെയാണ്, സീരിയസ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ ആൾ ന്യായീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആസിഫ് അലിന്റെ പ്രസൻസിൽ തന്നെ നമ്മൾ ഈ സംവിധായകനെ വിളിച്ച് അവാർഡ് മേടിക്കണം എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെയാണോ ഈ വീഡിയോയിൽ കണ്ടത്? കാരണം ആസിഫ് അലി അത്രയും പ്ലീസിങ് ആയിട്ട് ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാളെ അദ്ദേഹം കാണുന്നു പോലുമില്ല. അപ്പൊ ഈ സംവിധായകനെ വിളിക്കുന്നു, ഇത് നമ്മൾ ഇൻസൾട്ടഡ് ആയെന്ന് മനസ്സിലായപ്പോൾ അത്രയും മാന്യമായിട്ട് ആസിഫ് അലി പിന്നോട്ട് പോകുന്നു. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പോലെ ആ പിക്ചറിൽ ആസിഫ് അലി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആസിഫ് അലി നാട് വിട്ടു പോയൊന്നില്ലല്ലോ, അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ അത്രയും പോലും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആസിഫ് അലി ഈ ഒരു അവാർഡുമായിട്ട് വരുന്ന സമയത്ത് ആസിഫ് അലിന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ സംവിധായകനെ ഇൻവൈറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നടത്തിയെടുക്കാവുന്ന ഒരു പ്രോസസ്സായിരുന്നു ഇത്രയൊക്കെ പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ഈ ന്യായീകരണം എന്നൊക്കെ പറയുന്നത് തീർത്തും അസാധുവാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത്രയും ഇൻസൾട്ടഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു വാക്ക് പറയാതെ, മുഖമൊന്ന് കറക്കാതെ ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ കാണിച്ചു തരുമ്പോൾ മറ്റൊരു മനുഷ്യൻ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ എങ്ങനെ ആകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാണ്, നമ്മൾ എന്താ പറയാ, താഴേന്ന് മുകളിലേക്ക് എത്താനും മുകളിൽ നിന്ന് താഴേക്ക് എത്താനും അധികം സമയമൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലും തച്ചുടഞ്ഞു പോയി.